മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുമെന്ന് പറയുകയാണ് കെ.ടി. ജലീൽ എം.എൽ.എ. വിമർശിക്കരുതെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്താവനയിൽ നിന്നും രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്നും സാദിഖ് അലി തങ്ങൾ മാറി നിൽക്കണം. പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി തങ്ങളെ മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാകും നല്ലതെന്നും കെ.ടി. ജലീൽ പ്രതികരിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്കത്തട്ടിൽ കളരിക്കിറങ്ങിയ ചേകവരെ തൊടാൻ പാടില്ലെന്ന് പറയും പോലെ അസംബന്ധമാണ് രാഷ്ട്രീയ കളരിയിൽ സജീവമായി നിൽക്കുന്ന സാദിഖ് അലി തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ലീഗിന്റെ പിടച്ചിലും എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. CPIM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ. അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലെന്ന മട്ടിൽ ചില പ്രസ്താവനകളൊക്കെ കണ്ടു. മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കും. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയുന്നതും കേൾക്കേണ്ടി വരും. വിമർശിക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും സാദിഖ് അലി തങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അംഗത്തെ പോലെ സംസാരിക്കുന്നു. നേരത്തെയുള്ള തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെട്ടയാളായിരുന്നു. ഈ പ്രസ്താവനയിൽ ലീഗ് നേതാക്കൾ തെറ്റുകാണുന്നത് എവിടെയാണ്? ജമാഅത്തെ ഇസ്ലാമി അംഗം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു എന്നുള്ളത് അത്രയ്ക്ക് അപരാധമായിട്ടാണോ ലീഗ് കരുതുന്നത് എന്നും കെ.ടി. ജലീൽ ചോദിക്കുന്നു. സമീകരണത്തിന് പോലും അർഹതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് ലീഗ് സ്വന്തം മാലയിൽ കെട്ടിയിരിക്കുന്നതെന്നും ജലീൽ പറയുന്നു. ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കലാണ് ജമാഅത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നറിഞ്ഞിട്ടും ലീഗ് CHന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കാണുമ്പോൾ അഭ്യുദയകാംക്ഷികൾക്ക് പ്രയാസം തോന്നുക സ്വാഭാവികമാണ്. സംഖ്യഭാഷയാണ് പിണറായിയുടേത് എന്ന് ലീഗിന് പറയാമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അംഗത്തെ പോലെയാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയാൻ മറുഭാഗത്തുള്ളവർക്കും അവകാശമില്ലേ? ഒരു പാലമിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണ്. ആ ഓർമ്മ എല്ലാവർക്കും വേണമെന്നും ജലീൽ പറയുന്നു. പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി തങ്ങളെ മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാകും നല്ലത്. പാണക്കാട് തങ്ങന്മാരെ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തി മതസംഘടനാ നേതൃത്വത്തിലും ഖാളി ഫൗണ്ടേഷനിലും പരിമിതപ്പെടുത്തിയാൽ മാത്രമേ അവർ വിമർശനത്തിന് അതീതരാകൂ. അങ്കത്തട്ടിൽ കളരിക്കിറങ്ങിയ ചേകവരെ തൊടാൻ പാടില്ലെന്ന് പറയും പോലെ അസംബന്ധമാണ് രാഷ്ട്രീയ കളരിയിൽ സജീവമായി നിൽക്കുന്ന സാദിഖ് അലി തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നത്. അന്തരിച്ച ആര്യാടൻ മുഹമ്മദിനോളം പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചവർ മറ്റാരും ഉണ്ടായിട്ടില്ല. അന്നെന്തി ലീഗ് നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നാക്ക് പൊങ്ങിയില്ല എന്നും കെ.ടി. ജലീൽ ചോദിക്കുന്നു. കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ തങ്ങന്മാരെ പണ്ടത്തെ അഖിലേന്ത്യാ ലീഗ് അതായത് വിമത ലീഗ് നേതാക്കൾ അപഹസിച്ച പോലെ മറ്റാരും പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവരെല്ലാം ഇന്ന് ലീഗ് നേതൃനിരയിലെ പ്രമുഖന്മാരാണ്. അവരെയൊക്കെ നേരിട്ടിട്ട് പോരെ നാട്ടുകാരുടെ മെക്കിട്ട് കയറലെന്നും കെ.ടി. ജലീൽ പറയുന്നു. തുർക്കിയിലെ ആയ സോഫിയ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ അഭിപ്രായമാണ് സാദിഖ് അലി തങ്ങൾ ഏറ്റെടുത്ത് ലേഖനമാക്കി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചതെന്നും ജലീൽ പറയുന്നു. അതിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെ വായിക്കാം. ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസമില്ലാതെ തുർക്കി ജനത ഒന്നടങ്കം അവകാശപ്പെട്ട ടർക്കിഷ് റിപ്പബ്ലിക്കിന്റെ രേഖകളിൽ പള്ളിയായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ 6 വർഷം പള്ളിയായി നിലനിന്ന ആരാധനാലയം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാതിരിക്കലല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധം? ആരാധനാലയങ്ങളും പള്ളികളും താഴിട്ടുപൂട്ടുന്ന പാശ്ചാത്യ മതേതരത്വത്തിൽ നിന്ന് ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്ന കിഴക്കൻ മതേതരത്വത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് ആയ സോഫിയയുടെ പള്ളി പുനഃസ്ഥാപനം എന്ന് നിസ്സംശയം പറയാം. ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതിലെന്താണ് തെറ്റെന്നുകൂടി ചോദിച്ചുകൊണ്ടാണ് കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്.